ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് സർവശക്തനായ, സകലത്തിൻ്റെയും അധിപനായ, സർവലോകങ്ങൾക്കും അധിപനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. പ്രാർത്ഥനയിലൂടെ ദൈവവുമായി ഒന്നാകാനുള്ള ഈ അവസരം നമുക്ക് പൂർവാധികം ഉപയോഗിക്കാം. എല്ലാ മേഖലകളിലും സമാധാനവും സംരക്ഷണവും ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നമുക്കാവശ്യമായ സമാധാനവും സംരക്ഷണവും ദൈവത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ ലോകത്തിൽ നാം സമാധാനവും സന്തോഷവും തേടിയാൽ ഫലം ശൂന്യമായിരിക്കും. ആർക്കും ഈ ലോകത്തിൽ നമുക്ക് സമാധാനമോ സന്തോഷമോ സംരക്ഷണമോ നൽകാൻ സാധിക്കുകയില്ല. എന്തെന്നാൽ നമ്മുടെ ജീവൻ നമ്മുടെ നിയന്ത്രണത്തിലല്ല. നമ്മുടെ ജീവൻ, നമ്മുടെ ജീവിതം നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്തത് കൊണ്ട്, നമ്മുടെ കുടുംബാംഗങ്ങളുടെ ജീവൻ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്തത് കൊണ്ട് ഈ ലോകത്തിൽ ആർക്കും നമുക്ക് സംരക്ഷണമോ സമാധാനമോ നൽകാൻ സാധിക്കുകയില്ല. അതിനാൽ പൂർണ്ണമായി ദൈവത്തിൽ ഭരമേൽപ്പിക്കുക. നമ്മെ തന്നെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, ജീവിത പങ്കാളിയെ, ആരൊക്കെ നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു എന്ന് നമുക്ക് തോന്നിയാൽ അവരെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ സംരക്ഷണത്തിന് കീഴിൽ സമർപ്പിക്കുക. നമ്മുടെ ആകുലതകളെ, ഇന്ന് നാം ഭാരപ്പെടുന്ന പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ, നമ്മുടെ ഭാരങ്ങളെ, നമ്മുടെ ക്ഷീണം, തളർച്ച, നമ്മുടെ ഉള്ളിലുള്ള അന്തരാത്മാവിൻ്റെ മുറിവുകളെ, നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളെ, നമ്മുടെ ഹൃദയത്തെ ഭയപ്പെടുത്തുന്ന, നമ്മുടെ ജീവിതത്തെ ഭയപ്പെടുത്തുന്ന ഓരോ സംഭവങ്ങളെയും നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ തകർച്ചയ്ക്ക് വേണ്ടി, നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി ഉള്ള ശത്രുവിൻ്റെ ഓരോ നീക്കങ്ങളെയും, ചിന്തയെയും, പ്രവർത്തനങ്ങളെയും, സംസാരത്തെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. സകലത്തിൻ്റെയും അധിപനായ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ച് അവിടുത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെയും എൻ്റെ കുടുംബത്തെയും നീ സംരക്ഷിക്കണമേ. എന്നെയും എൻ്റെ ജീവിതത്തെയും എൻ്റെ ജീവനെയും നീ സംരക്ഷിക്കണമേ. കർത്താവേ, നിനക്കെല്ലാം സാധ്യമാണ് എന്ന് വിശ്വാസത്തോടെ, എന്ന് ഉറച്ച ഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. നമ്മുടെ ഓരോ നിയോഗങ്ങളെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആവശ്യമായ 5 നിയോഗങ്ങൾ സമർപ്പിക്കുക. ഏറ്റവും പ്രാധാന്യമുള്ള 5 നിയോഗങ്ങളെ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് അത് സാധിക്കും എന്ന വിശ്വാസത്തോടെ, എന്തെന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ്, ആ വിശ്വാസത്തോടെ ഞാൻ സമർപ്പിക്കുന്ന എൻ്റെ 5 നിയോഗവും ദൈവം സാധിച്ചു തരും എന്ന ഉറപ്പോടുകൂടെ ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 34 1 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, പീഡിതർ കേട്ട് ആനന്ദിക്കട്ടെ. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ. നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി, അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവഭയങ്ങളിൽ നിന്നും അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിലും നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ. അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിൻ്റെ വിശുദ്ധരെ, അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുത്തെ ഭയപ്പെടുന്നവർക്ക്
ഒന്നിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കുവിൻ. ദൈവഭക്തി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കാം. ജീവിതം ആഗ്രഹിക്കുകയും സന്തുഷ്ടമായ ദീർഘായുസ് അഭിലഷിക്കുകയും ചെയ്യുന്നുവോ? തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുവിൻ. സമാധാനം അന്വേഷിച്ച് അതിനെ പിന്തുടരുവിൻ. കർത്താവ് നീതിമാന്മാരെ കടാക്ഷിക്കുന്നു. അവിടുന്ന് അവരുടെ വിലാപം ശ്രവിക്കുന്നു. ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കാൻ കർത്താവ് അവർക്കെതിരെ മുഖം തിരിക്കുന്നു. നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു. അവരെ സകലവിധ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്. അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു. അവൻ്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു. അവയിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല. തിന്മ ദുഷ്ടരെ സംഹരിക്കും. നീതിമാന്മാരെ ദ്വേഷിക്കുന്നവർക്ക് ശിക്ഷാവിധിയുണ്ടാകും. കർത്താവ് തൻ്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു. അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ ജീവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ആഗ്രഹങ്ങളെ, ഞങ്ങളുടെ ജീവനെ, ജീവിതത്തെ, ഞങ്ങളുടെ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ അലട്ടുന്ന രോഗങ്ങളെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ ഭയപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളെയും അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ഞങ്ങൾക്ക് എതിരെ വല വിരിച്ചിരിക്കുന്ന ശത്രുവിൻ്റെ എല്ലാ ഉപായങ്ങളെയും തന്ത്രങ്ങളെയും കുതന്ത്രങ്ങളെയും വാക്കുകളെയും ചിന്തകളെയും പ്രവർത്തനങ്ങളെയും അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ചുറ്റുമുള്ള സകല അപകടങ്ങളിൽ നിന്നും, അപകട സാധ്യതകളിൽ നിന്നും, രോഗസാധ്യതകളിൽ നിന്നും, അനിയന്ത്രിതമായ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും കർത്താവേ, ഞങ്ങൾക്ക് ജീവനെ സംരക്ഷിക്കണമേ, ഞങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയും അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവേ, നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്ന ഓരോ മാതാപിതാക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, മക്കളുടെ ജീവിതം, അനുസരണക്കേടിൻ്റെ ജീവിതം കാരണം കുടുംബത്തിൽ നഷ്ടമാകുന്ന സമാധാനം, സന്തോഷം ഇവയെയും സമർപ്പിക്കുന്നു. മക്കൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥയെ സമർപ്പിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ അത്രമാത്രം അഡിക്റ്റായി, മൊബൈലിന് അടിമയായി, കമ്പ്യൂട്ടറിനും മറ്റ് ഗെയിം കളിക്കും അടിമകളായി, തെറ്റായ കൂട്ടുകെട്ടിനും തെറ്റായ അഡിക്ഷൻസിനും അടിമപ്പെട്ട് ഞങ്ങളുടെ മക്കൾ മാതാപിതാക്കളെ, മുതിർന്നവരെ അനുസരിക്കാതെ തന്നിഷ്ടപ്രകാരം ഇഷ്ടം പോലെ ജീവിക്കുന്നത് കാണുന്ന ഞങ്ങളെ, ഞങ്ങളുടെ എല്ലാ വേദനകളെയും ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളുടെ വേദനയെ, പ്രത്യേകിച്ച് മക്കളുടെ ഭാവിയെ ഓർത്തുള്ള വേദനയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. മക്കളുടെ വിവാഹം നടക്കാത്തത് കാരണം അവരുടെ ദുഃഖവും ഭയവും വിഷമങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. വിവാഹിതരായ മക്കളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കാണുമ്പോൾ വേദനിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. കർത്താവേ, മക്കൾ വിദൂരത്തായി നാട്ടിൽ ഒറ്റപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ പ്രത്യേക സംരക്ഷണവും സഹായവും അവർക്കുണ്ടാകണമേ. ആരും കൂട്ടിനില്ലാതെ ഒറ്റയ്ക്കായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. കർത്താവേ, വിധവയായ എല്ലാ സ്ത്രീകളെയും
അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. വിഭാര്യനായ എല്ലാ പുരുഷന്മാരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അവരുടെ എല്ലാ ആകുലതകളെയും ദുഃഖവും വേദനയും വിഷമങ്ങളും സങ്കടങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ ഉയർത്തുന്നു. അവരുടെ രോഗങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, മക്കളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന എല്ലാ മാതാപിതാക്കളുടെയും കണ്ണുനീര് ഈ പ്രാർത്ഥനയിലൂടെ നീ ഒപ്പണമേ. നിനക്കെല്ലാം സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ യുവതലമുറയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും ലജ്ജിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ഞങ്ങളുടെ യുവതലമുറകൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവരായി മാറാൻ കർത്താവേ, ഇന്ന് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് അയക്കണമേ. ഏത് മേഖലയിലാണോ അവർ ദുഃഖം അനുഭവിക്കുന്നത്, അവർ ആശങ്കാകുലരായിരിക്കുന്നത്, ഒരു ശരിയായ തീരുമാനമെടുക്കാൻ കഴിയാതെ നിരാശയിൽ കഴിയുന്ന ഞങ്ങളുടെ യുവതലമുറയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന എല്ലാ ശത്രുക്കളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആരും ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ യുവതലമുറയെ, യുവജനങ്ങളെ വഴിതെറ്റിക്കാൻ കർത്താവേ നീ ഇടവരുത്തരുതേ. അവർക്കുമേൽ നിന്റെ സംരക്ഷണം ഏർപ്പെടുത്തണമേ. ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ യുവതി യുവാക്കൾ എവിടെ പോയാലും നിന്റെ പ്രത്യേക സംരക്ഷണം അവർക്ക് മേലെ ഉണ്ടാകണമേ. നിന്റെ ശക്തരായ ദൂതർ അവർക്ക് താങ്ങും തണലായി കൂടെ ഉണ്ടാകണമേ. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ യുവജനങ്ങൾ അനുഭവിക്കുന്ന ഓരോ ദുഃഖവും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു തരുന്നു. നീയല്ലാതെ അവരെ സഹായിക്കാൻ മറ്റാരുമില്ല. നീയല്ലാതെ അവരെ മനസ്സിലാക്കാൻ മറ്റാർക്കും സാധിക്കുകയില്ല. അവർ അനുഭവിക്കുന്ന വേദനകൾ, അവർ അനുഭവിക്കുന്ന യാതനകൾ, മറ്റാർക്കും മനസ്സിലാകാത്ത അവരുടെ സാഹചര്യങ്ങൾ, അവസ്ഥകൾ കർത്താവേ ഇന്ന് നീ അറിയുന്നുവല്ലോ. അവരെ നീ സുഖപ്പെടുത്തണമേ, അവരെ നീ സംരക്ഷിക്കണമേ, അവരെ നീ അനുഗ്രഹിക്കണമേ. അവരുടെ നിരാശ മാറ്റി ദൈവത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളുടെ യുവതലമുറകളെ നീ അനുഗ്രഹിക്കണമേ. ദൈവത്തിലേക്ക് എല്ലാവരെയും നീ അടുപ്പിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ നീ അനുഗ്രഹിക്കണമേ. അനുസരണത്തോടുകൂടി ജീവിക്കാൻ അനുസരണത്തിൻ്റെ വരം നൽകി ഞങ്ങളുടെ കുഞ്ഞുമക്കളെ നീ ആശീർവദിക്കണമേ. അവരുടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നല്ല ഓർമ്മശക്തിയും വിവേകവും വിജ്ഞാനവും നൽകി ലക്ഷ്യബോധത്തോടുകൂടി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരാൻ ദൈവിക ജ്ഞാനത്തിലും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിലും ഞങ്ങളുടെ കുഞ്ഞുമക്കൾ വളർന്നു വരാൻ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ ഈ സമയം അവരിലേക്ക് അയക്കണമേ. അവരെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർ അനുഭവിക്കുന്ന വേദനകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കുടുംബം നിലനിർത്താൻ ഞങ്ങളുടെ ജീവിത പങ്കാളി നെട്ടോട്ടമോടുമ്പോൾ അവർ പോകുന്നിടമെല്ലാം നിരാശപ്പെടേണ്ടി വരുന്ന അവസ്ഥകളെ സമർപ്പിക്കുന്നു. അവർ ചെയ്യുന്ന ജോലിയിൽ അർഹമായ കൂലി ലഭിക്കാത്തത് കൊണ്ട്, അർഹമായ ശമ്പളം ലഭിക്കാത്തത് കൊണ്ട് വേദനിച്ച് നിരാശയിൽ കഴിയുന്ന ഞങ്ങളുടെ കുടുംബനാഥന്മാരെ, കുടുംബനാഥകളെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഉയർത്തുന്നു. കർത്താവേ, കരുണ തോന്നി അവരെ നീ അനുഗ്രഹിക്കണമേ. കുടുംബം നിലനിർത്താൻ ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി ഞങ്ങളുടെ കടബാധ്യതകളെ അകറ്റാൻ ആവശ്യമായ സാമ്പത്തിക ഭദ്രത നൽകി ഞങ്ങളുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നൽകി, ശാശ്വത പരിഹാരം നൽകി നിന്നിൽ പൂർണ്ണമായി അഭയം തേടാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, അങ്ങയുടെ ദാസരുടെ ജീവനെ നീ രക്ഷിക്കണമേ. എല്ലാ പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നും, പ്രകൃതി വിരുദ്ധ കാര്യങ്ങളിൽ നിന്നും, പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന എല്ലാ നാശനഷ്ടങ്ങളിൽ നിന്നും, ശത്രുദോഷങ്ങളിൽ നിന്നും അങ്ങയുടെ പ്രത്യേക സംരക്ഷണം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, നീതിമാന്റെ ക്ലേശങ്ങൾ അനവധിയാണ് എങ്കിലും
കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സന്തോഷത്തിന് കുറവുണ്ടാവുകയില്ല, സമൃദ്ധിക്ക് കുറവുണ്ടാവുകയില്ല, സമാധാനത്തിന് കുറവുണ്ടാവുകയില്ല, നല്ല ആരോഗ്യത്തിന് കുറവുണ്ടാവുകയില്ല, നന്മയ്ക്ക്, സകല നന്മയ്ക്കും അഭിവൃദ്ധിക്കും കുറവുണ്ടാവുകയില്ല. അതിനാൽ കർത്താവേ, ഞങ്ങളുടെ കുറവുകൾ നിന്നിൽ നിന്ന് അകറ്റാൻ ഇടയാകുന്നുവെങ്കിൽ ഇന്ന് ആ കുറവുകളെ മാറ്റി നിന്നിലേക്ക് കൂടുതൽ അടുത്തു വരാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും, അവരുടെ കുടുംബങ്ങളെ, ഈ പ്രാർത്ഥന ഷെയർ ചെയ്യുന്ന എല്ലാവരെയും, അവരുടെ കുടുംബങ്ങളെ, അവരുടെ ആവശ്യങ്ങളെ ഓരോന്നിനെയും നീ സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഇന്ന് ഈ സങ്കീർത്തനത്തിൻ്റെ യോഗ്യതയാലെ, ഈ പ്രാർത്ഥനയുടെ ശക്തിയാലെ നീ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരിലേക്കും സുഭിക്ഷമായി അയച്ചു കൊടുത്ത് ഞങ്ങളുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റി, ഞങ്ങളുടെ ശൂന്യതയെ നിറവുകളാക്കി മാറ്റണമേ, ഞങ്ങളുടെ അപൂർണതകളെ പൂർണ്ണതകളാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും കർത്താവെ ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളുടെ എല്ലാ രോഗപീഠകളിൽ നിന്നും ഈ പ്രാർത്ഥനയിലൂടെ പരിപൂർണ സൗഖ്യവും ആരോഗ്യവും നൽകി അവരെ നീ സംരക്ഷിക്കണമേ. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ എല്ലാ കുടുംബങ്ങളും ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടട്ടെ, എല്ലാ വ്യക്തികൾക്കും സൗഖ്യം ലഭിക്കട്ടെ, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകട്ടെ. ഇവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന 5 നിയോഗങ്ങൾക്ക് കർത്താവേ നീ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകി ഇവരെ നീ അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഈ മക്കൾ ദൈവത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയാഭിലാഷങ്ങളെ കാണുന്ന ദൈവമേ, ഞങ്ങളെ സഹായിക്കുന്ന, അനുഗ്രഹിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന കർത്താവേ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശുവേ, എല്ലാവരോടും ക്ഷമിക്കാനും എല്ലാവിധ അഹങ്കാരവും അസൂയയും ശത്രുതയും ഹൃദയത്തിൽ നിന്ന് അകറ്റി ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതിനും ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ സഹായിക്കണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. പരസ്പരം ക്ഷമിക്കാനും സ്നേഹിക്കാനും ശക്തി നൽകി ഈ പ്രാർത്ഥനയുടെ അഭിഷേകത്താൽ ഞങ്ങളുടെ 5 നിയോഗങ്ങളെ നീ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ സാധിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ സമർപ്പിക്കുന്ന 5 നിയോഗങ്ങൾക്കും കർത്താവ് എത്രയും വേഗം ഉത്തരം നൽകട്ടെ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നൽകട്ടെ.
സാധിക്കുന്നവർ ഇത് എല്ലാവരിലേക്കും അയച്ചു കൊടുക്കുക. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന, ഇത് ഷെയർ ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ എപ്പോഴും സമൃദ്ധമായി ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.